ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചില മനുഷ്യരെയും ഞങ്ങൾ കണ്ടു. അത് ആശ്വാസമായി. മുണ്ടക്കയിലെ സുബൈദും കുടുംബവും അത്തരത്തിൽപ്പെട്ടൊരു കുടുംബത്തിലാണ്. മണ്ണിനടിയിൽപ്പെട്ട 2 കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ആശാവർക്കർ കൂടിയാണ് സുബൈദ. നമുക്കൊപ്പം ചേരുന്നുണ്ട് സുബൈദ. നമസ്കാരം സുബൈദ. ഈ ദുരന്തത്തിനിടയിലും വളരെ പ്രതീക്ഷ നൽകിയത് സുബൈദയുടെയും കുടുംബത്തിൻ്റെയും രക്ഷപ്പെടലാണ്. എന്താണെന്ന് സംഭവിച്ചതെന്ന് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരല്ലേ സുബൈദ? സുരക്ഷിതരാണ്. അന്ന് രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ഈ മഴ പെയ്തു, ഭയമുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് രാത്രിയിൽ പലരും ഉറങ്ങാതിരുന്നു എന്നാണ്. എപ്പോഴാണ് ശബ്ദം കേട്ടത്? അതിനുശേഷം എന്താണ് ചെയ്തത്? കുട്ടികളെ മണ്ണിൽ പൂണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പിടിച്ചെടുത്തതെന്ന് ഞാൻ പറയുന്നത് കേട്ടു. എന്താണ് സംഭവിച്ചത് സുബൈദ രാത്രിക്ക് ശേഷം? രാത്രി 2 മണിക്കാണ് ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളം കയറിയത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും, പിന്നെ ഹസ്ബൻഡിൻ്റെ ഉമ്മ, അനിയൻ്റെ ഭാര്യ, അനിയൻ, മക്കൾ, ഞങ്ങൾ ഇറങ്ങി തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ അവിടെ പോയി നിന്ന് ഞങ്ങളെ പരിസരത്തുള്ള കുറച്ച് 10-100 പേരെ രക്ഷപ്പെടുത്തി ഞങ്ങൾ സേഫായി മദ്രസയുടെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് 2:05 അടുത്ത വീണ്ടും ഉരുൾപൊട്ടി വന്നു. അതുകൂടി ഞങ്ങൾ നിൽക്കുന്ന മദ്രസയും അതിൻ്റെ ഞങ്ങൾക്ക് സേഫ്റ്റി ഇല്ലാത്തപോലെ ഒരു ജർക്കിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഒരു KSRTC ഇരിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് മാറി. അവിടെ പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും പൊട്ടി. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി ഓടാൻ നിന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് സേഫെല്ലാം തോന്നിയ സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ആ ഒഴിഞ്ഞ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് രാത്രി 2 മണി മുതൽ രാവിലെ 7 മണി വരെ പ്രായം ചെന്നവർ മുതൽ കുട്ടികൾ മുതൽ എല്ലാവരും മഴയും കൊണ്ട് മഴയത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളുടെ നാടിനെ ഇത്രമാത്രം ദുഃഖത്തിലാഴ്ചൊരു ചരിത്രം ഇന്ത്യയിൽ ഇനി ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത്രമാത്രം ഞങ്ങൾ മാനസികമായും വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ബോഡികൾ ഇനിയും കിട്ടാനുണ്ട്. രക്ഷാപ്രവർത്തനം തകൃതമായി നടക്കുന്നുണ്ട്. പക്ഷേ പല ബോഡികളും പല രൂപത്തിലാണ് കിട്ടുന്നത്. ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത രൂപത്തിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സുബൈദമ്മ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില മുന്നറിയിപ്പുകളൊക്കെ ആളുകൾ പരസ്പരം പങ്കുവച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മഴ വല്ലാതെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാം, അങ്ങനെ പേടിയോ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഉറങ്ങിയിരുന്നോ? 30-ാം തീയതി രാത്രി ഉറങ്ങാൻ കിടന്നിരുന്നു? ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്നു. 1:30 മണിക്കാണ് പിന്നെ ഒരു ശബ്ദം കേട്ടത്. അത് മല പൊട്ടി വന്ന് വീഴുന്ന, അത് ഞങ്ങളെ വീടിൻ്റെ അടുക്കള വശത്താണ് വന്ന് നിന്നത്. പക്ഷെ ഞങ്ങൾ വീടിന് ഭാഗ്യമായി ഒന്നും സംഭവിച്ചില്ല. അടുക്കള വശം എന്താ ഇതിനൊക്കെ പറയാൻ പറ്റില്ല. 2 തെങ്ങ്, കഴുങ്ങ്, പിന്നെ പ്ലാവ്, അങ്ങനത്തെ മരങ്ങളൊക്കെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് തറവാടിൻ്റെ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഓടിയതാണ്. ഈ കുട്ടികളടക്കം ഉണ്ടായിരുന്നുവെന്നാണ് പറഞ്ഞത്. കുട്ടികളെയും ചേർത്ത് പിടിച്ചാണ് ഓടിയതല്ലേ? ആ, 2 കുട്ടികൾ, 12 വയസ്സായ ഒരു മോളും 8 വയസ്സായ ഒരു മോളും, 2 പേര്. അവരെയും കൊണ്ട് പിന്നെ 73 വയസ്സായ ഉമ്മയും, ഞങ്ങളെ ഉമ്മ.